എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇംപ്ലാന്റേഷൻ നടക്കാൻ വേണ്ടിയിട്ട് ഏറ്റവും എളുപ്പത്തിൽ നിങ്ങൾക്ക് ഫോളോ ചെയ്യാൻ സാധിക്കുന്ന 3 ടിപ്സിനെ പറ്റിയിട്ടാണ് ഇന്നത്തെ വീഡിയോയിൽ സംസാരിക്കുന്നത് കേട്ടോ. ഏറ്റവും കൂടുതൽ പ്രൂവൺ ആയിട്ടുള്ള, അതായത് ഒരുപാട് പേർക്ക് റിസൾട്ട് കിട്ടിയിട്ടുള്ള 3 ടിപ്സ് ആണിത്. അപ്പൊ നിങ്ങൾ ഈ കാര്യങ്ങൾ ഫോളോ ചെയ്യുക കേട്ടോ. അപ്പൊ നമുക്ക് വീഡിയോ സ്റ്റാർട്ട് ചെയ്യാം. ഇതെന്താണെന്ന് നമുക്ക് ഡീറ്റെയിൽഡ് ആയിട്ട് നോക്കാം. ഇംപ്ലാന്റേഷൻ എന്ന് പറയുന്നത് ഓവുലേഷൻ കഴിഞ്ഞതിന് ശേഷം നമ്മുടെ അണ്ടവും ബീജവും ചേർന്നതിന് ശേഷം ഫെർട്ടിലൈസ്ഡ് ആയിട്ടുള്ള എഗ്ഗ് വന്നിട്ട് നമ്മുടെ യൂട്രസിന്റെ ലൈനിങ്ങിൽ അറ്റാച്ച് ആകുന്നതാണ്. ഇവിടെ 2 കാര്യങ്ങൾ കൃത്യമായിട്ടുള്ള രീതിക്ക് നടക്കണം. ഒന്ന്, നമ്മളുടെ ആ ഒരു ബീജസങ്കലനം നമ്മുടെ സ്ത്രീ ശരീരത്തിൽ വെച്ചിട്ട് സ്ത്രീയുടെ അണ്ടവും പുരുഷന്റെ ബീജവും കൃത്യമായിട്ട് അവിടെ ജോയിൻ ചെയ്യണം. എൻഡോമെട്രിയൽ ലൈനിങ്ങിൽ വന്നത് അറ്റാച്ച് ആകണം. അതിനുശേഷം നടക്കുന്ന ഒരു പ്രോസസ്സ് എന്ന് പറയുന്നത് ആ കുഞ്ഞിന് വളരാൻ വേണ്ടിയിട്ടുള്ള, ആ എംബ്രിയോയ്ക്ക് വളരാൻ വേണ്ടിയിട്ടുള്ള എല്ലാ ന്യൂട്രീഷനും നമ്മളുടെ ശരീരം നമ്മളിൽ നിന്നെടുത്ത് കുഞ്ഞിന് കൊടുക്കുന്നതാണ്. ഈ ഒരു പ്രോസസ്സ് അവിടെ കൃത്യമായിട്ട് നടക്കുമ്പോഴാണ് ഇംപ്ലാന്റേഷൻ കഴിഞ്ഞാലും ആ പ്രഗ്നൻസി സർവൈവ് ചെയ്ത് പോകുന്നത്, അതായത് അത് നിലനിന്ന് പോകുന്നത്. അതിനെന്തെങ്കിലും ഒരു കുറവ് സംഭവിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ പ്രഗ്നന്റ് ആകാനും ആ ഒരു സമയത്ത് നമുക്ക് പ്രഗ്നൻസി നഷ്ടമായി പോകാനുമുള്ള സാധ്യത 50-50 ആയിരിക്കും. അപ്പോ ഇവിടെ നമ്മൾ പ്രഗ്നന്റ് ആകാൻ വേണ്ടിയിട്ട് ഇംപ്ലാന്റേഷൻ നടക്കുന്ന സമയങ്ങളിൽ എന്തെല്ലാം കാര്യങ്ങൾ ശ്രദ്ധിക്കണമെന്ന് നോക്കാം. ആദ്യത്തേതെന്ന് പറയുന്നത് നമ്മൾ ധാരാളം വെള്ളം കുടിക്കുക. വെള്ളം കുടിക്കുക എന്ന് പറയുമ്പോഴേക്കും ഈ വെള്ളം നമ്മൾ കുടിക്കുമ്പോഴേക്കും സാധാരണ നമ്മൾ 1 ഗ്ലാസ് വെള്ളമോ 2 ഗ്ലാസ് വെള്ളമോ ഭക്ഷണം കഴിക്കുന്ന സമയത്ത് കുടിക്കാൻ വേണ്ടിയിട്ടല്ല പറയുന്നത്. നമ്മൾ 2 ലിറ്റർ വെള്ളമെങ്കിലും ഒരു ദിവസം കുടിക്കാനായിട്ട് ശ്രദ്ധിക്കുക. എനിക്കറിയാം നമ്മൾ അങ്ങനെ കുടിക്കുമ്പോഴേക്കും നമുക്ക് ഫ്രീക്വന്റ് യൂറിനേഷൻ ഉണ്ടാകും, ജോലിക്ക് പോകുന്നവർക്കൊക്കെ ബുദ്ധിമുട്ടുകൾ ഉണ്ടാകും എന്നുള്ള കാര്യം ഓക്കെയാണ്. പക്ഷെ ഈ വെള്ളം നമ്മൾ കുടിക്കുമ്പോഴേക്കും ഈ വെള്ളത്തിലൂടെ നമ്മളുടെ ശരീരത്തിലോട്ട് എത്തുന്ന ഓക്സിജൻ, ആ ഓക്സിജനേറ്റ് ആയിട്ടുള്ള ബ്ലഡ് സർക്കുലേഷൻ കുഞ്ഞിലോട്ട് എത്തുന്നതിന് വേണ്ടിയിട്ട് സഹായിക്കുന്നു. കൃത്യമായിട്ട് ഓക്സിജൻ കണ്ടന്റ് അടങ്ങിയിട്ടുള്ള ബ്ലഡ് സർക്കുലേഷൻ കുഞ്ഞിലോട്ട് എത്തിക്കഴിഞ്ഞു കഴിഞ്ഞാൽ ഈ രക്തയോട്ടം വർദ്ധിപ്പിക്കുന്നതിലൂടെ നമ്മളുടെ ശരീരത്തിൽ നമ്മൾ കുഞ്ഞിനെ ഒന്ന് പോഷിപ്പിച്ചെടുക്കാൻ വേണ്ടിയിട്ട് നമ്മൾ എടുക്കുന്ന എല്ലാ ന്യൂട്രിയൻസിന്റെ കണ്ടന്റും കൃത്യമായിട്ട് കുഞ്ഞിലേക്ക് തന്നെ എത്തുന്നതിന്, ഒരു തടസ്സവുമില്ലാതെ കുഞ്ഞിലേക്ക് തന്നെ എത്തുന്നതിന് ഇത് സഹായിക്കുന്നു. അപ്പോ നിങ്ങളെ കൊണ്ട് എത്രത്തോളം വെള്ളം കുടിക്കാൻ പറ്റുമോ അത് നിങ്ങൾ ചെയ്യുക. ഓവുലേഷൻ സമയത്ത് നിങ്ങൾ കുടിച്ചിട്ടില്ല എങ്കിലും നിങ്ങൾക്ക് ഓവുലേഷൻ കഴിഞ്ഞതിന് ശേഷം ഇംപ്ലാന്റേഷൻ സമയത്തെങ്കിലും നിങ്ങൾ കംപ്ലീറ്റ് ആയിട്ട് ഒരുപാട് വെള്ളം കുടിക്കാനായിട്ട് നിങ്ങൾ ശ്രദ്ധിക്കുക. അതിലോട്ട് നമ്മൾ കൂടുതൽ ഒന്നും ഇട്ട് തിളപ്പിച്ച് നമ്മൾ വെള്ളം കുടിക്കണമെന്നില്ല. നാച്ചുറലി നമ്മൾ വെറുതെ ഗ്യാസിലിട്ട് വെള്ളം തിളപ്പിച്ചെടുത്തിട്ട് നമ്മൾ കുടിച്ചാലും മതിയായിരിക്കും കേട്ടോ. നിങ്ങൾക്ക് ടേസ്റ്റിന് വേണമെങ്കിൽ എന്തെങ്കിലും നിങ്ങൾ ആഡ് ചെയ്യുന്നുണ്ടെങ്കിൽ അതൊരു ഇച്ചിരി മാത്രം ആഡ് ചെയ്തിട്ട്, എന്ത് പൊടിയാണെങ്കിലും ഒരു ഇച്ചിരി മാത്രം ആഡ് ചെയ്തിട്ട് നിങ്ങൾ വെള്ളം കുടിക്കുക കേട്ടോ. അതല്ലാതെ ഓവുലേഷൻ നടക്കുന്ന സമയത്ത് നമ്മൾ കുടിച്ചിട്ടുള്ള ഗ്രാമ്പൂ വെള്ളമോ അല്ലെങ്കിൽ ഉണക്കമുന്തിരിയുടെ ഗ്രാമ്പൂ വെള്ളമോ ഒരുപാട് പേർക്ക് ഇംപ്ലാന്റേഷൻ നടക്കാൻ സഹായിച്ചിട്ടുള്ള ഒരു ടിപ്പാണിത്. ഒരുപാട് ഡോക്ടേഴ്സ് റെക്കമെൻഡ് ചെയ്യുന്ന ഒരു ടിപ്പും കൂടിയാണിത് കേട്ടോ. അപ്പൊ ഈ കാര്യം നിങ്ങൾ ഇംപ്ലാന്റേഷൻ നടക്കുന്ന സമയത്ത് ഫോളോ ചെയ്യുക. രണ്ടാമത് നിങ്ങൾക്ക് ചെയ്യാൻ കഴിയുന്ന കാര്യമാണ് എക്സസൈസ്. ഈ 2 കാര്യങ്ങൾ നിങ്ങൾ ശ്രദ്ധിച്ചാൽ മനസ്സിലാകും. ഓക്സിജൻ റിച്ച് ആയിട്ടുള്ള ബ്ലഡ് സർക്കുലേഷൻ കൂട്ടാൻ വേണ്ടിയിട്ടാണ് ഈ എക്സസൈസ് ചെയ്യുന്നതും വെള്ളം കുടിക്കുന്നതും നിങ്ങളെ സഹായിക്കുന്നത്. ഇംപ്ലാന്റേഷൻ നടക്കുന്ന സമയത്ത് പലർക്കും എക്സസൈസുകൾ ചെയ്യാനായിട്ട് പേടിയുണ്ടാകും. കാരണം എന്തെങ്കിലും എക്സസൈസ് നമ്മൾ ചെയ്ത് പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ ഇനി ഇംപ്ലാന്റേഷൻ ഫെയിൽ ആകുമോ, അല്ലെങ്കിൽ പീരിയഡ്സ് നമുക്ക് നേരത്തെ വരുമോ എന്ന് ചിന്തിച്ചിട്ട് പലർക്കും തന്നെ എക്സസൈസ് ചെയ്യാനായിട്ടൊരു മടിയാണ്. അവരുടെ ഒരു അവസ്ഥ കൊണ്ടും അവരുടെ ടെൻഷൻ കൊണ്ടും പലരും തന്നെ ചെയ്യാറില്ല. ഇംപ്ലാന്റേഷൻ നടക്കുന്ന സമയത്ത് നിങ്ങൾക്ക് വേറെ ഏത് എക്സസൈസ് ചെയ്യാൻ മടിയാണെങ്കിലും ചെയ്യാവുന്ന ഒരു എക്സസൈസ് ആണ് ലെഗ് അപ്പ് ദ വോൾ എക്സസൈസ്. ഈ ലെഗ് അപ്പ് ദ വോൾ എക്സസൈസ് എന്ന് പറയുന്നത് നമ്മൾ ബോഡിക്ക് അധികം പ്രഷർ ഒന്നും കൊടുക്കാതെ നമ്മളൊരു കട്ടിലിൽ കിടന്നിട്ടോ അല്ലെങ്കിൽ നിലത്തെ ഫ്ലാറ്റ് ആയിട്ടുള്ള ഒരു സർഫേസിലെ പായയോ അല്ലെങ്കിൽ മാറ്റോ വിരിച്ച് നമ്മൾ കിടന്നിട്ട് നമ്മുടെ കാല് 2 ഉയർത്തി മതിലിലോട്ട് വെച്ചിട്ടുള്ള എക്സസൈസ് ആണ് ഈ ലെഗ് അപ്പ് ദ വോൾ എക്സസൈസ്. ഈ എക്സസൈസിനെ പറ്റി ചിന്തിക്കുമ്പോഴും നിങ്ങൾക്ക് മനസ്സിലാകും നമ്മുടെ റീപ്രൊഡക്റ്റീവ് സിസ്റ്റത്തിലോട്ട് ബ്ലഡ് സർക്കുലേഷൻ കൂട്ടുന്നതാണ് ഈ ഒരു എക്സസൈസിന്റെ പർപ്പസ് എന്ന് പറയുന്നത്. അവിടെയും നമ്മൾ ശ്രദ്ധിക്കുന്നത് നമ്മുടെ ആ ഒരു ഫെർട്ടിലൈസ്ഡ് ആയിട്ടുള്ള എഗ്ഗിന് വേണ്ടുന്ന ബ്ലഡ് സർക്കുലേഷൻ കൂട്ടാൻ വേണ്ടിയിട്ടാണ്. നിങ്ങൾ പലരും തന്നെ അവരുടെ ഒരു ലൈഫ് സ്റ്റേജിൽ ഫേസ് ചെയ്തിട്ടുണ്ടാകും. ഇപ്പോ എന്റെ പ്രഗ്നൻസി സമയത്ത് ഞാൻ ഫേസ് ചെയ്തിട്ടുണ്ടായിരുന്ന ഒരു കാര്യമാണ് കുഞ്ഞിലോട്ടുള്ള രക്തയോട്ടം കുറവാണെന്ന് പറഞ്ഞത്. കുഞ്ഞിലോട്ട് രക്തയോട്ടം കുറവായി പോയി കഴിഞ്ഞാൽ ഒബ്വിയസ്ലി അത് കുഞ്ഞിന്റെ ഗ്രോത്തിനെ ബാധിക്കും, കുഞ്ഞിന്റെ ഹാർട്ട് ബീറ്റിനെ ബാധിക്കും, കുഞ്ഞിന്റെ വളർച്ച അവിടെ കുറഞ്ഞു പോകും, ചിലർക്ക് വളർച്ച പുറകോട്ട് പോകും, അങ്ങനെ അത് അബോർഷനായി പോവുകയും ചെയ്യും. അതുണ്ടാകാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നിങ്ങളുടെ അണ്ടത്തിനും ബീജത്തിനും ക്വാളിറ്റി ഉണ്ടായി എൻഡോമെട്രിയൽ ലൈനിങ്ങും ഒക്കെ കൃത്യമായിട്ട് തിക്നെസ്സിൽ എത്തിയിട്ടുള്ളവർ ഈ കാര്യങ്ങൾ ഫോളോ ചെയ്യാനായിട്ട് പറയുന്നത് കേട്ടോ.
അടുത്തൊരു എക്സസൈസ് നമുക്ക് ചെയ്യാൻ കഴിയുന്നതാണ് വാക്കിംഗ്. നമുക്ക് ഈസി ആയിട്ട് വാക്കിംഗ് ചെയ്യാം. നമ്മൾ ഒരുപാട് എന്താ പറയാ ഭയങ്കര ആയാസപ്പെട്ട് കൈയൊക്കെ നല്ല വീശി കാലൊക്കെ നല്ലോണം ചവിട്ടി അങ്ങനെ വാക്കിംഗ് ചെയ്യാനല്ല കേട്ടോ. നമ്മൾ ജസ്റ്റ് ഒന്ന് കിതക്കുന്ന രീതിക്ക് ഒന്ന് നോർമൽ ആയിട്ട് നിങ്ങൾ വാക്കിംഗ് ചെയ്യുക. ആ വാക്കിംഗ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട പാട്ടുകൾ ഹെഡ്ഫോണിൽ വെച്ചിട്ടോ അല്ലെങ്കിൽ സൈഡിൽ നിങ്ങൾ പ്ലേ ചെയ്തിട്ടോ നിങ്ങൾ എന്തെങ്കിലുമൊക്കെ ഹാപ്പി ആയിട്ടുള്ള ഒരു മൂഡിൽ വാക്ക് ചെയ്യുകയാണെങ്കിൽ അത് നിങ്ങളിൽ ഹാപ്പി ഹോർമോൺസിന്റെ പ്രൊഡക്ഷന് സഹായിക്കുകയും അത് മാത്രമല്ല നിങ്ങളുടെ ശരീരത്തില് ബ്ലഡ് സർക്കുലേഷൻ വർദ്ധിപ്പിക്കുന്നതിന് ഇത് സഹായിക്കുകയും ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പൊ ഈ 2 എക്സസൈസ് നിങ്ങൾക്ക് ചെയ്യാവുന്നതാണ്. ബാക്കിയുള്ള എക്സസൈസുകൾ നിങ്ങൾ കംഫർട്ടബിൾ ആണെങ്കിൽ ഫെർട്ടിലിറ്റി എക്സസൈസ് എന്നൊരു പ്ലേലിസ്റ്റ് നമ്മുടെ ചാനലിൽ കൊടുത്തിട്ടുണ്ട്. അത് നിങ്ങൾക്ക് നോക്കാവുന്നതാണ്. അതിനുശേഷം ആ എക്സസൈസുകൾ ഏതെങ്കിലും നിങ്ങൾക്ക് ഫോളോ ചെയ്യാവുന്നതാണ്. അറ്റ്ലീസ്റ്റ് ഒരു 50 to 20 മിനിറ്റ്സ് എങ്കിലും നിങ്ങൾ ഒരു എക്സസൈസ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കാം. ലെഗ് അപ്പ് ദ ഹോൾ എക്സസൈസ് അങ്ങനെ ചെയ്യാനായിട്ട് കുറെ നേരം ചെയ്ത് നിൽക്കാൻ നിങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് വാക്കിംഗ് ചെയ്യാവുന്നതാണ്. ഏർലി മോർണിംഗ് ടൈമിൽ എഴുന്നേൽക്കുന്നവർക്ക് ആ സമയത്ത് നല്ല ഫ്രഷ് ആയിട്ടുള്ള എയർ ബ്രീത്ത് ചെയ്തെടുത്തിട്ട് നിങ്ങൾ വാക്കിംഗ് ചെയ്യുന്നത് നല്ലതായിരിക്കും. മൂന്നാമതായിട്ട് നിങ്ങൾക്ക് ചെയ്യാൻ കഴിയുന്ന എക്സസൈസ് ആണ് ബ്രീത്തിങ് എക്സസൈസ്. നമ്മൾ ബ്രീത്തിങ് എക്സസൈസ് ചെയ്യുമ്പോഴേക്കും ഇങ്ങനെ ചമ്രമടിഞ്ഞിരുന്നിട്ട് സ്ലോലി അങ്ങോട്ട് ഇൻഹെയിൽ ചെയ്ത് സ്ലോലി തന്നെ നമ്മൾ എക്സ്ഹെയിൽ ചെയ്യുക. അതായത് ദീർഘശ്വാസം ഉള്ളിലോട്ട് പയ്യെ വലിച്ച് പയ്യെ തന്നെ ശ്വാസം പുറത്തേക്ക് വിടുക. നമ്മുടെ മൈൻഡ് ഭയങ്കരമായിട്ടൊന്ന് റിലാക്സ് ആവും. നമ്മളുടെ ശരീരത്തിലോട്ട് ഓക്സിജൻ കൃത്യമായിട്ടുള്ള രീതിക്ക് അങ്ങോട്ട് എത്തും. ബ്ലഡ് സർക്കുലേഷൻ കുഞ്ഞിലോട്ട് കൂടും. നിങ്ങൾ എന്തെല്ലാം കാര്യങ്ങൾ കുഞ്ഞിന്റെ ഗ്രോത്തിന് വേണ്ടിയിട്ട് എടുക്കുന്നുണ്ടോ അതെല്ലാം നിങ്ങളുടെ ശരീരത്തിൽ പ്രതിഫലിക്കാനായിട്ട് തുടങ്ങും. അത് കുറവാണെങ്കിലോ ഇപ്പൊ നിങ്ങളുടെ ശരീരത്തിൽ ഏതെങ്കിലും ഒരു ഭാഗത്തോട്ട് രക്തയോട്ടം കുറവുള്ള ശരീരം നിങ്ങളൊന്ന് ശ്രദ്ധിച്ചു നോക്കുക. അതായത് എവിടെയെങ്കിലും കൊണ്ടിട്ട് ഒന്ന് ചതഞ്ഞിരിക്കുന്ന ഒരു ശരീരം പലപ്പോഴും നമ്മൾ അടുക്കളയിൽ പണിയെടുക്കുന്ന സ്ത്രീകൾക്ക് ഉണ്ടാകുന്നതാണ് ഈ ചതവും മുറിവും ഒക്കെ. അങ്ങനെ ചതഞ്ഞിട്ട് ഒരു സ്ഥലം നിങ്ങൾ നോക്കുക. ആ സ്ഥലത്ത് നമുക്ക് രക്തയോട്ടം ഉണ്ടാവില്ല. ഏതെങ്കിലും ഒരു നഖം നമുക്കിപ്പോ കേടായി വരുന്നുണ്ടെങ്കിൽ നോക്കുക. ആ നഖം നമുക്കിങ്ങനെ വിട്ട് പോരും. അവിടേക്കും രക്തയോട്ടം നമുക്കില്ല. രക്തയോട്ടം കൂടുതലായിട്ടുള്ളവയോ നമ്മുടെ ശരീരത്തിലെ ഓരോ ഭാഗങ്ങളിലോട്ടും രക്തയോട്ടം കൂടുതലാണെങ്കിൽ നമ്മൾ പ്രസരിപ്പോടുകൂടി ഊർജ്ജസ്വലരായിട്ട് ആക്റ്റീവായിട്ടിരിക്കും. അതിനു വേണ്ടിയിട്ടാണ് നിങ്ങൾ ഏതൊക്കെ ടിപ്സ് ഫോളോ ചെയ്യുന്നുണ്ടെങ്കിലും ഓവുലേഷൻ നടക്കാൻ വേണ്ടിയിട്ട് അതിനുശേഷമുള്ള നമ്മുടെ ഇംപ്ലാന്റേഷൻ ടൈം പീരീഡിന് നിങ്ങൾ മാക്സിമം ആ രീതിക്ക് തന്നെ സപ്പോർട്ട് കൊടുക്കുക കേട്ടോ. മൂന്നാമതായിട്ട് നിങ്ങൾക്ക് ചെയ്യാൻ കഴിയുന്ന കാര്യമാണ് അബ്ഡോമൻ മസാജ്. ഈ അബ്ഡോമൻ മസാജ് നിങ്ങൾ ഏറ്റവും കൂടുതൽ ചെയ്യേണ്ടത് നിങ്ങളുടെ ഓവുലേഷൻ വരെയുള്ള സമയത്താണ്. ഈ അബ്ഡോമൻ മസാജ് നമ്മൾ ചെയ്യുന്ന സമയത്ത് നമ്മുടെ യൂട്രസിന്റെ ഭാഗം നമ്മുടെ അടിവയറിന്റെ ഭാഗം നമ്മൾ മസാജ് ചെയ്ത് കൊടുക്കുമ്പോഴേക്കും ഈ സമയത്ത് ആ ഭാഗത്തോട്ടുള്ള ബ്ലഡ് സർക്കുലേഷൻ കൂടുന്നു. ഈ ബ്ലഡ് സർക്കുലേഷൻ കൂടി കഴിഞ്ഞു കഴിഞ്ഞാൽ ക്വാളിറ്റി ഉള്ള അണ്ടവും അതുപോലെ എൻഡോമെട്രിയൽ ലൈനിങ്ങും നല്ല രീതിയിൽ വളരുന്നതിന് അത് സഹായിക്കുന്നു. എൻഡോമെട്രിയൽ ലൈനിങ്ങിൽ പറ്റി പിടിച്ചാണ് നമ്മുടെ കുഞ്ഞ് വളരുന്നതെന്ന് നിങ്ങൾക്കറിയാലോ. ആ എൻഡോമെട്രിയൽ ലൈനിങ്ങിന് കൃത്യമായിട്ട് തിക്നെസ് ഇല്ലെങ്കിൽ കുഞ്ഞിന് എങ്ങനെ അവിടെ ഉറച്ചു വളരാനായിട്ട് സാധിക്കും? എൻഡോമെട്രിയൽ ലൈനിങ് ആ ഷെഡായിട്ട് നമുക്ക് പീരിയഡ്സ് വരികയും ചെയ്യും. അതുകൊണ്ട് ആ സമയങ്ങളിൽ നിങ്ങൾ അബ്ഡോമൻ മസാജ് ചെയ്യുക. ഈ അബ്ഡോമൻ മസാജ് അതായത് നിങ്ങൾ വയറിൽ ചെയ്യുന്ന മസാജ് പീരിയഡ്സിന്റെ സമയം മുതൽ അതായത് പീരിയഡ്സിൽ നിങ്ങൾക്ക് ബ്ലീഡിംഗ് ഒന്ന് കുറയുന്ന സമയം മുതൽ എപ്പോഴാണോ നിങ്ങളുടെ ഓവുലേഷൻ വരുന്നത് ആ സമയം വരെ മാത്രം നിങ്ങൾ ചെയ്താൽ മതിയാകും. അതിനുശേഷം അബ്ഡോമൻ മസാജ് നിങ്ങൾ ചെയ്യേണ്ട ആവശ്യമില്ല കേട്ടോ. കാരണം ചില സ്റ്റേജിൽ നമ്മൾ അങ്ങനെ മസാജ് ചെയ്ത് കൊടുക്കുന്നത് നമ്മുടെ ആ ഒരു പീരിയഡ്സ് ഇൻഡ്യൂസ് ചെയ്യുന്നതിന് പലർക്കും കാരണമാകുന്നുണ്ട്. ഓവുലേഷൻ വരെ മാത്രം നിങ്ങൾ അബ്ഡോമൻ മസാജ് ചെയ്താൽ മതിയാകും കേട്ടോ. അതിനുശേഷം നിങ്ങൾ ഹാപ്പി ആയിട്ടിരിക്കാനായിട്ട് ശ്രദ്ധിക്കുക. മറ്റുള്ള കാര്യങ്ങളൊന്നും ആലോചിച്ച് ടെൻഷൻ ആവാതെ ഹാപ്പി ആയിട്ടിരിക്കുക. ഏറ്റവും കൂടുതൽ ഈ 3 ടിപ്സിനെ പറ്റി മാത്രം പറയാനായിട്ടുള്ള കാരണം ഒരുപാട് പേർക്ക് റിസൾട്ട് കിട്ടിയതാണ്. ഒരുപാട് ഡോക്ടേഴ്സ് റെക്കമെൻഡ് ചെയ്യുന്നതാണ്. എല്ലാ കാറ്റഗറിയിലും അതായത് ഇംഗ്ലീഷ് മെഡിസിൻ ആണെങ്കിലും ഹോമിയോ ആണെങ്കിലും ആയുർവേദം ആണെങ്കിലും എല്ലാത്തിലും ഡോക്ടേഴ്സ് റെക്കമെൻഡ് ചെയ്യുന്ന ട്രിക്സും ഒക്കെയാണത്. വിദേശ രാജ്യങ്ങളിൽ പോലും പലരും ഈ യോഗ റെക്കമെൻഡ് ചെയ്യുന്നത് ഇത്തരത്തിലുള്ള ബെനിഫിറ്റുകളൊക്കെ ആ ഒരു ബ്ലഡ് സർക്കുലേഷൻ ഒക്കെ കൂടുന്നത് മൂലം നമുക്ക് കിട്ടുന്ന ബെനിഫിറ്റുകൾ കണ്ടിട്ടാണ് കേട്ടോ. അപ്പൊ ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ മസ്റ്റ് ആയിട്ട് ഇംപ്ലാന്റേഷൻ നടക്കുന്ന സമയത്ത് അതായത് ഓവുലേഷൻ ഡേ കഴിഞ്ഞിട്ടുള്ള 12 ദിവസം വരെ അല്ലെങ്കിൽ ഒരു 14 ദിവസം വരെ നിങ്ങൾ മസ്റ്റ് ആയിട്ട് ഫോളോ ചെയ്യാം കേട്ടോ. ഇത്രയേ ഉള്ളൂ വീഡിയോ. യൂസ്ഫുൾ ആയി കാണുമെന്ന് വിശ്വസിക്കുന്നു. യൂസ്ഫുൾ ആവുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക കേട്ടോ. എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ നിങ്ങൾ കമന്റ്സിൽ ചോദിക്കുക. പണ്ടത്തെ വീഡിയോയ്ക്ക് കമന്റ്സ് ഇടുന്നവർക്ക് റിപ്ലൈ ലഭിക്കുന്നില്ലെങ്കിൽ ലേറ്റസ്റ്റ് ആയിട്ട് ഞാൻ ഏത് വീഡിയോ ആണോ അപ്ലോഡ് ചെയ്യുന്നത് അതിന് താഴെ കമന്റ് ഒന്ന് കോപ്പി പേസ്റ്റ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക കേട്ടോ. അതുപോലെ ഓവുലേഷൻ ഡേറ്റ് കാൽക്കുലേറ്റ് ചെയ്ത് തരാനായിട്ട് റിക്വസ്റ്റ് ചെയ്യുന്ന ആളുകൾ എത്രയാണോ സൈക്കിൾ ലെങ്ത് അത് മെൻഷൻ ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. സൈക്കിൾ ലെങ്ത് എന്നതുകൊണ്ട് ഉദ്ദേശിച്ചത് ഓരോ മാസവും എത്ര ദിവസം കൂടുമ്പോഴാണോ ബ്ലീഡിങ് വരുന്നത് അതാണ് സൈക്കിൾ ലെങ്ത്.
കഴിഞ്ഞ മാസം ഒരു 8-ാം തീയതിയാണ് ബ്ലീഡിംഗ് ആയതെങ്കിൽ ഈ മാസം 6-ാം തീയതിയാണ് ബ്ലീഡിംഗ് ആയതെങ്കിൽ കഴിഞ്ഞ മാസം 8-ാം തീയതി മുതൽ ഈ മാസം 6-ാം തീയതി വരെ എത്ര ദിവസമുണ്ടോ അത് കാലണ്ടറിൽ എണ്ണി തിട്ടപ്പെടുന്നതാണ് നിങ്ങളുടെ സൈക്കിൾ ലെങ്ത്. സൈക്കിൾ ലെങ്ത് നമ്മൾ കൃത്യമായിട്ട് കാൽക്കുലേറ്റ് ചെയ്യുകയാണെങ്കിൽ ഓവുലേഷൻ ഡേറ്റ് എളുപ്പത്തിൽ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് ഒരുപാട് ആപ്ലിക്കേഷൻസും ഒരുപാട് ഓൺലൈൻ ആയിട്ടുള്ള വെബ്സൈറ്റുകളും ഇന്ന് നമുക്ക് അവൈലബിൾ ആണ്. പ്ലേ സ്റ്റോറിൽ പോയിട്ട് ഓൺലൈൻ ഓവുലേഷൻ ട്രാക്കർ എന്ന് ടൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ആപ്ലിക്കേഷൻസ് കിട്ടും. അത് പറ്റുന്നില്ല എങ്കിൽ ഗൂഗിളിൽ പോയിട്ട് ഓൺലൈൻ ഓവുലേഷൻ കാൽക്കുലേറ്റർ എന്ന് ടൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ അതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള വെബ്സൈറ്റുകൾ നിങ്ങൾക്ക് കിട്ടും. അതിൽ നിങ്ങളുടെ ലാസ്റ്റ് മന്തിലെ മെൻസ്ട്രേഷന്റെ ഡേറ്റും ഒപ്പം ഞാൻ ഈ പറഞ്ഞ രീതിക്ക് നിങ്ങൾ കാൽക്കുലേറ്റ് ചെയ്യുന്ന സൈക്കിൾ ലെങ്ത്തും എൻ്റർ ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് കൃത്യമായിട്ട് ഓവുലേഷൻ ഡേറ്റ് കണ്ടുപിടിക്കാനായിട്ട് സാധിക്കും. ഫെർട്ടൈൽ ടൈം പീരീഡും നിങ്ങൾക്ക് കിട്ടും. അതായത് എത്ര ദിവസം മുതൽ കോണ്ടാക്ട് ചെയ്ത് തുടങ്ങിക്കഴിഞ്ഞാൽ നിങ്ങൾ പ്രഗ്നന്റ് ആകും എന്നുള്ളൊരു ഡേറ്റും നിങ്ങൾക്ക് പ്രോപ്പർ ആയിട്ട് കിട്ടും കേട്ടോ. ഇത് കാൽക്കുലേറ്റ് ചെയ്യുന്ന സമയത്ത് സൈക്കിൾ ലെങ്ത് കാൽക്കുലേറ്റ് ചെയ്യുന്ന സമയത്ത് നിങ്ങളുടെ ആ ഒരു കലണ്ടറിൽ നോക്കി തന്നെ നിങ്ങൾ കാൽക്കുലേറ്റ് ചെയ്യുക. പല മാസങ്ങളിലും 30-31 ദിവസമുണ്ട്, അതുകൊണ്ടാണ് അങ്ങനെ പറഞ്ഞത്. ഒപ്പം നിങ്ങൾക്ക് ബ്ലീഡിംഗ് തുടങ്ങിയ ദിവസത്തിന് വേണം നിങ്ങൾ ഡേ 1 ആയിട്ട് എടുക്കാൻ വേണ്ടിയിട്ട്. സ്പോട്ടിംഗ് തുടങ്ങിയ ദിവസത്തിനെ, അതായത് ചെറുതായിട്ട് ഡിസ്ചാർജ് പോയി തുടങ്ങിയ ദിവസത്തിനെ നിങ്ങൾ കൺസിഡർ ചെയ്യേണ്ട ആവശ്യം ഇല്ല കേട്ടോ. അപ്പൊ ഇത്രയേ ഉള്ളൂ വീഡിയോ. അടുത്തൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. ബൈ.